Tread softly, for we are treading on the dreams of a sensitive society of outcasts here in Thiruvananthapuram. But if you are searching where else you can find this level of happiness among the disabled, your search will be long and hard. Right from the beginning of a recorded history, different castes, religions, and races in different climes have treated the differently abled differently. The story of this complex struggle of the disabled begins in Greece, the cradle of all civilizations. Now a bit of statistics. The website of the Department of Social Justice, Kerala, lists 33 government centers for the protection of marginalized citizens, aged, physically disabled, or mentally challenged, all across the state. This includes vocational training centers for the differently able, 387 NGOs contribute their valuable might in this effort. In Thiruvananthapuram district alone, there are 12 centers, including some run by NGOs. As per the 2015 census, there are 130,798 differently able below the age of 19 in our state. 21,533 among them are intellectually challenged, and 8,697 of them have speech and language disability. 6,838 have learning disability. Father Roy Matthew Vadakale, former state chairman of Orphanage Control Board, throws light into the history of the disabled. 1995 PWD Act, Persons with Disability Act വരിക. അതിൽ 7 ഭിന്നശേഷികളെക്കുറിച്ചാണ് പറയുക. എന്നാൽ 2016 RPWD ആക്ട് വരുമ്പോൾ 21 ഭിന്നശേഷികളാണ് പറയുക. ഈ 21 ഭിന്നശേഷികളിൽ 4 ഭിന്നശേഷികൾ പ്രത്യേകമായി എടുത്ത് പറയേണ്ടതായുണ്ട്. അത് 1999 നാഷണൽ ട്രസ്റ്റ് ആക്ടിൽ പ്രതിപാദിക്കുന്ന 4 ഭിന്നശേഷികളാണ്. മെൻ്റലി ചലഞ്ചഡ്, ഓട്ടിസം, സെർവൽ പാൾസി, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി. ഇവരെ മന്ദബുദ്ധി അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ് എന്നാണ് വിളിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പേര് മാറ്റി മെൻ്റലി ചലഞ്ചഡ്, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർ എന്നാക്കി. അപ്പോഴാണ് ഇൻ്റർനാഷണലി മറ്റൊരു പേര് പറയാൻ തുടങ്ങി, ഡിഫറൻ്റ്ലി ഏബിൾ, ഭിന്നശേഷി. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ദിവ്യാംഗൻ, ദൈവദത്തമായ അംഗമുള്ളവർ എന്നുള്ള പേര് നൽകി. ഇതും കഴിഞ്ഞ് ഇപ്പോൾ ഈ മേഖലയെ വിളിക്കുന്ന പേര് IDD, ഇൻ്റലക്ച്വൽ ഓർ ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി, അല്ലെങ്കിൽ ബൗദ്ധിക വെല്ലുവിളി എന്നാണ് പറയുക. ഈ മുമ്പ് പറഞ്ഞ പേരുകൾ മാറി മാറി മോഹനങ്ങളായ വാക്കുകളെന്ന് അല്ലെങ്കിൽ പേരുകളെന്ന് കരുതി നമ്മൾ പറയുന്നതല്ലാതെ ഇവരോടും ഈ മേഖലയുള്ള മനോഭാവത്തിൽ നമുക്ക് എത്രമാത്രം മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതേറെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഈ മേഖലയുള്ള സ്പെഷ്യൽ സ്കൂളുകൾ ആരംഭിച്ചിട്ട് 55 വർഷമായി. അതിലേറ്റവും ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള റോട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 55 വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ ഈ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ച് ഇന്ന് NGO സെക്ടറിലെ 300 സ്പെഷ്യൽ സ്കൂളുകളും, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ 397 സ്പെഷ്യൽ സ്കൂളുകളും ജനറൽ സ്കൂളുകളിൽ ഇവർക്ക് വേണ്ടിയുള്ള ഇതര പഠന സംവിധാനങ്ങളുമാണുള്ളത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ബാരിയേഴ്സ് അല്ലെങ്കിൽ ബാരിയർ ഫ്രീ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് പറയുന്നത് എങ്കിൽ ഈ ബാരിയർ ഫ്രീ എന്ന് പറയുന്നത് എന്താണ്? റാമ്പ് വെച്ച് കൊടുത്തതുകൊണ്ട് ബാരിയർ മാറുന്നുണ്ടോ? മറിച്ച് ഇവരെ സമൂഹത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് സാധ്യമാകുന്ന
എല്ലാ ബാരിയേഴ്സും മാറ്റുവാനായിട്ട് ഇടവരണം. നമുക്കറിയാം 4 കാറ്റഗറിയിലാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ളത്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. മൈൽഡായിട്ടുള്ള കുട്ടികൾക്ക് എത്രയും ചെറുപ്പത്തിൽ നല്ല ട്രെയിനിങ്ങുകൾ കൊടുത്താൽ തീർച്ചയായിട്ടും അവരെ പൊതുസമൂഹത്തിൽ, ജനറൽ സ്കൂളുകളിലാകാം, പൊതു സ്ട്രീമിലാകാം പഠിപ്പിക്കുവാനും പരിശീലിപ്പിക്കുവാനും എളുപ്പമാണ്. എന്നാൽ മോഡറേറ്റ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ സിവിയറിറ്റിക്കും അവരുടെ സാഹചര്യത്തിൻ്റെ കാഠിന്യത്തിനും അനുസരിച്ചുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പരിശീലനം കൊടുക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കരിക്കുലം ഉണ്ടാകുന്നത്. എസ്സിആർടിയുടെ നേതൃത്വത്തിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ആണ് ഈ ഒരു കരിക്കുലം ഉണ്ടായത്. ഇവിടെ ഈ 21 ഭിന്നശേഷികൾക്കും വേണ്ടി പ്രത്യേകമായൊരു സംവിധാനം ഉണ്ടാക്കുകയും അത് മോണിറ്റർ ചെയ്യുവാൻ സർക്കാരിൻ്റെ ചില ഇഫക്റ്റീവായ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇവർക്ക് അർഹതപ്പെട്ട നീതി ലഭിക്കേണ്ട സമയത്ത് ലഭിക്കുകയുള്ളൂ. അതിനുള്ള സാഹചര്യം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടത് വളരെ ഗൗരവമായ ഒരു നീഡ് ഓഫ് ദ ടൈമാണ്. Mr. Justin Padamartin, former psychologist, Government Medical College Trivandrum, speaks. ഭിന്നശേഷിയുള്ളവർ, പരിമിതികളുള്ളവർ, വൈകല്യങ്ങളുള്ളവർ, ഹാൻഡിക്യാപ്പ് ഉള്ളവർ, സാധാരണ മനുഷ്യരെ പോലെ പല കാര്യങ്ങളും പെരുമാറാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ നമ്മളെപ്പോലെ തന്നെയുള്ള സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അവരെ താഴ്ത്തി കാണുകയോ ഇകഴ്ത്തി കാണിക്കുകയോ കൊച്ചായി കാണുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം തികഞ്ഞിട്ട് ആരും ഇല്ലല്ലോ. പരിപൂർണതയുള്ള മനുഷ്യൻ ദൈവവും അപൂർണതയുള്ള ദൈവം മനുഷ്യനുമാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് വാസ്തവത്തിൽ അവരെ മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തിനാണ് വേണ്ടത്. നമുക്ക് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട സ്നേഹവും വാത്സല്യവും നൽകുക എന്നുള്ളതാണ്. ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുമ്പോൾ ചിലവർക്ക് 5-6 ഫാക്ടേഴ്സ് ഉണ്ടാവും, ചിലർക്ക് കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ വൈകല്യങ്ങളുള്ളവർ പലപ്പോഴും അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുക കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം അത്ഭുതം തോന്നാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിൻസ് അറ്റ് ദ ഏജ് ഓഫ് 17 ഐ തിങ്ക് ഹി വാസ് ഡയഗ്നോസ്ഡ് ആസ് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അതായത് മസിൽസൊക്കെ വീക്കാവുന്നു, നെർവ്സൊക്കെ വീക്കാവുന്നു. അതിനുശേഷം ഡോക്ടേഴ്സ് പറഞ്ഞത് ഹി മേ ലീവ് അനദർ 2 years. ഇറ്റ് വാസ് അറ്റ് ദ ഏജ് ഓഫ് 17. ഐ തിങ്ക് he lived more than 80 years, I think. I don't exactly remember. We have to understand them. Go to their world and touch their heart and empathize with them. It is not sympathy that they want. They want to be taken care of. They want to be treated like any other human being. ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അഡോളസെൻറ്റ് ഞാൻ പണ്ട് കണ്ടത്. എന്നെ നിങ്ങൾ നോർമലായിട്ടാകാൻ നിർബന്ധിക്കരുത്. ഐ ആം ലൈക്ക് ദിസ്, പ്ലീസ് ആക്സെപ്റ്റ് മീ ആസ് ഐ ആം. അതാണ് നമ്മളുടെ മനസ്സിനെ അലിയിക്കുന്നൊരു സംഗതിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് പർപ്പസ്ഫുള്ളി. ഇറ്റ് ഈസ് മൈ ബ്രെയിൻ. ഐ കാൺ കൺട്രോൾ ഇറ്റ് എന്ന്. ഡോണ്ട് ലാഫ് അറ്റ് ദം. അവരെ കളിയാക്കി ചിരിയേക്കുന്ന പോലെ പറയരുത്. പക്ഷേ അവരോടൊപ്പം ചിരിക്കുക, തമാശ പറയുക, കുസൃതി കാണിക്കുക. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ചിൽഡ്രനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ തെറാപ്പി എന്ന് പറയും. ഫ്ലോർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ലോകത്ത് ചെന്നിട്ട് അവരെ പോലെ കളിക്കുക. അതാണ് പ്ലേ തെറാപ്പി. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളുണ്ട്. ഓട്ടിസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ള 3 കാർഡിനൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് സോഷ്യൽ ഇൻ്ററാക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പോൾ ഗെയ്സ് അവോയ്ഡൻസ്, നോ അക്കോമഡേറ്റീവ് റെസ്പോൺസ്, ആൻഡ് ദ ചൈൽഡ് ഈസ് ഇൻ ദെയർ ഓൺ വേൾഡ്. അനദർ ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടിസത്തിൻ്റെ മെയിനായിട്ടുള്ളത്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. ചിലപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ വളരെ നില്ലായിരിക്കും. സാധാരണ ഓട്ടിസത്തിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയൻ പറയുന്നത് അപ് ടു 2 years പ്രോബബിളി നോർമൽ ഡെവലപ്മെൻറ്റും സ്പീച്ചൊക്കെ ഒരുവിധം ശരിയായിരുന്നു വരും. അത് കഴിഞ്ഞതിന് ശേഷം സ്പീച്ചൊക്കെ പുറകോട്ട് പോവുകയാണ്. ദേ ഗോ ടു ദെയർ വേൾഡ് ആൻഡ് ദേ ഫൈൻഡ് ദെയർ വേൾഡ് ആൻഡ് ദേ ലീവ് ഇൻ ദെയർ വേൾഡ് ആൻഡ് വി ഡോണ്ട് ഗെറ്റ് ദം, വി ഡോണ്ട് ഹാവ് ആൻ ആക്സസ് ഫോർ ദം. അവരുടെ അമ്മ വിളിച്ചാലും ഒരു സ്ട്രേഞ്ചർ വിളിച്ചാലും ഒരുപോലെയാണ് അവർക്ക്. ഇതെല്ലാം എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. വളരെ മിനിമം ഫീച്ചേഴ്സുള്ള ഓട്ടിസ്റ്റിക് പീപ്പിൾ ഉണ്ട്. അതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചാൾസ് ഡാർവിൻ ഉണ്ടായിരുന്നു പറയുന്നു. നമ്മുടെ ഫുട്ബോൾ കളിക്കുന്ന മെസ്സിക്ക് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടായെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അങ്ങനെ വളരെ ജീനിയസ് ആയിട്ടുള്ളവർക്ക്. അപ്പോൾ
അതൊക്കെയെന്ന് പറഞ്ഞാൽ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓട്ടിസ്റ്റിക് ചിൽഡ്രനിൽ ഒരു 80% ആൾക്കാർക്കും ബുദ്ധിശക്തി കുറവായിരിക്കും. ബാക്കി 20% പൊതുവേ ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. ബുദ്ധിശക്തി നോർമൽ ഓർ എബോവ് നോർമൽ ഉണ്ടായെന്ന് വരും. പക്ഷേ പെക്യുലർ വേ ഓഫ് ബിഹേവിങ് ഒക്കെ ആയിരിക്കും. ഏറ്റവും പ്രധാനം സിഗ്നിഫിക്കൻറ്റ് പീപ്പിൾ, എസ്പെഷ്യലി പേരൻസ്, അവർക്ക് വേണ്ട വിധത്തിലുള്ള അവബോധം കൊടുക്കുക, അവയർനെസ് അവർ പറഞ്ഞ് മനസ്സിലാക്കുക, കുട്ടികളുടെ പരിമിതികളോടും കഴിവുകളോടും കൂടി ആ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ കുട്ടിയുടെ പരിമിതികൾ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാനും കഴിവുകൾ വളർത്തിയെടുക്കാനും ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി സഹായം ചെയ്തു കൊടുക്കുക. Dr. Leo, professor of sociology, Sweden, looks at this problem naturally from a different angle. The Swedish model, or I would say the Scandinavian model, which became quite famous after the Second World War. It started before, but developed after the Second World War. Everybody should have an opportunity to participate in the society. Nobody should be dependent on their family. So the state should be supportive for caring of security, welfare, money, etc. In this development, demanding rights for women, rights for child care, rights for health care, etc. In the 50s and in the 60s, much of a welfare state in the Nordic countries was established. During this time, disability movements also grew. In the 70s, this was quite successful. We saw the big transformation of a welfare state, especially in the mental care area. Huge institution taken down, and instead we build up small places for people to live in. So instead of living in a hospital that many people with mental health care had, we started now to live in cooperatives, in small houses. In theory, we are able to work, get work, because they have the right and they have assistance to help them at the workplace. It's still a long way. Many people are not having a job. They're having assistance. They're having help from the government. And the most difficult group, I would say, is people with mental disabilities. Some children are in the border, in between. Could it go in the inclusive school or in the special school? If you're placed in the special school system, it's very difficult for them to go into the normal school again, and into the labor market, of course. You have to look at the children from the children's perspective, what's the best for the children. So the disability movement has been very good in this sense, in saying who has the right to live and who has not the right to live, who is deciding who should live or not, how much disability is a person can a person have before to be born or not to be born. Very ethical and very difficult question when the child starts the school and have some disability problems. It will probably have been seeing doctors, nurses, psychiatrists, social workers. So it will be a team who is seeing the child, talking with the parents. The parents will have a big job, of course. It's obvious that if you have a child that has a disability, you will have to put in much more time and effort. Some people you can't. You need to stay close with some helpers, some caregivers, and parents will be one part of the caregivers, but you have professional caregivers as well. It could be people with disabilities themselves, it could be parents, it could be professionals making these demands on the government, so that they should have the same right. It's not like everything has to be like in Sweden. It could be in the Indian way, but with small means you can achieve wonders. Also seen and still seen some tendency to
people with disabilities, mental disability, to hide them. We did that back in Sweden as well. We hide them. It was a shame to have a child with Down syndrome. It was a shame. It's not like that today. People are proud. Parents are proud. I think that we will be in future looking at, instead of looking at the disability, seeing the possibilities instead. Dr. George Matthew, former head of the Department of Psychology, Kerala University, has his very, very valuable observations to make. ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇപ്പോൾ ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവർ ഈ അതർവൈസ് ഏബിൾഡ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഈ കാറ്റഗറിയിൽ 32ഓളം വകുപ്പുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ്. അതുകൊണ്ട് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന അറ്റൻഷൻ പോലും ഇപ്പോൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ കാലില്ലാത്ത ആളും ചെവി കേൾക്കാൻ വയ്യാത്ത ആളും കുരുടന്മാർ, ഇവർക്കെല്ലാം മറ്റു പല അവന്യൂസുണ്ട്. പക്ഷേ ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവന്യൂസ് വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ഇന്ന് വേണ്ടത്ര അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ തമ്മിലൊന്നും കോർഡിനേഷൻ ഇല്ല. ഇൻഡിവിജ്വലായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒരു വടിയും കൈ പിടിച്ചിട്ട് ഒരു കുട്ടിയെ ആണ് സ്പീച്ചിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടി ആപ്പാടെ പേടിച്ച് വരണ്ടാണ് എന്തെങ്കിലും സംസാരിക്കാൻ പഠിക്കുന്നത്. കുട്ടിക്കുള്ള സംസാരം കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് ഹാൻഡിൽ ചെയ്യുകയും ഓരോരുത്തരായിട്ട് മൈക്കിൽ കൂടെ എന്തെങ്കിലും പറയുകയും ചെയ്യുമ്പോൾ കുട്ടിക്ക് ഇൻഹിബിഷൻ കുറയും. അങ്ങനെയാണ് വാസ്തവത്തിൽ കുട്ടിയെ സ്പീച്ച് പഠിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ കൗൺസിലിങ്, പ്രശ്നമുള്ള കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് കറക്റ്റ് ചെയ്യാനാണ് ഈ സൈക്കോളജിക്കാർ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ഒരേ രീതിയിലുള്ള പ്രശ്നമുള്ള കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരികയും ഗ്രൂപ്പ് ഇൻറ്ററാക്ഷനിൽ കൂടെ കറക്റ്റ് ചെയ്യുകയും ശ്രമിച്ചാൽ പെട്ടെന്ന് കറക്ഷൻ നടക്കുമെന്ന് മാത്രമല്ല അതിൻ്റെ സൈഡ് ഇഫക്ട്സും കുറഞ്ഞിരിക്കും. ഈ വാസ്തവത്തിൽ ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവർക്ക് ഒരേ കാര്യം അധികം സമയം ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഈ കലകൾ അഭ്യസിക്കുന്നതുകൊണ്ട് വളരെ പ്രയോജനമുണ്ട്. അത് തർക്ക വിഷയമല്ല. പക്ഷേ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് കൊണ്ടും അവർക്ക് വളരെ പ്രയോജനമുണ്ട്. അപ്പോൾ ജോലി കളി എന്നുള്ള സെപ്പറേഷൻ പാടില്ല. എല്ലാം കളിയായിരിക്കണം. ഇത് മാറി മാറി എല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കണം. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമീപനത്തിൽ കൂടെ ഇൻ്റലക്ച്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല അവരുടെ വ്യക്തിത്വ വികാസത്തിനും മറ്റും ഇങ്ങനെയുള്ള സമീപനം സഹായകമാവുകയും ചെയ്യും. Dr. Ebi Thomas, retired psychologist and social worker, on his experiences in Japan and Korea. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ജപ്പാനും കൊറിയയുമാണ്. ഇവിടെ രണ്ടിടത്തും ഹൈസ്കൂളിലെ സാറിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് ബുദ്ധി പരിമിതരായിട്ടുള്ള കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് കൊടുത്തു വരുന്ന സ്കെയിൽ. ഇപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജപ്പാനിലെ ഒരു സ്ഥാപനത്തിൽ, അത് ഷിയോഗാക്വിൻ, അതിന് പേര് അറിയപ്പെട്ടത്, അത് യോക്കോഹാമയ്ക്കും ടോക്കിയോയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അവിടെ ചെയ്തിരുന്നത്, അവിടെ ട്രെയിനിങ് നേടിയ ശാരീരിക ശേഷിയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും മെക്കാനിക്കൽ റെപ്പറ്റീഷൻ പറ്റുന്ന ജോലികൾ അത് നാഷണൽ പാനാസോണിക് ഉൾപ്പെടെയുള്ള കമ്പനികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കും എൻ്റെ കുഞ്ഞ് ഒരു പരിമിതശേഷിയുള്ള ആളായി പോയി എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോഷ്യൽ ഇൻഷുറൻസ് ഉണ്ട്, സമൂഹം അവനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവനെ വന്ന് നിർത്തി കൊണ്ടുപോകാനായിട്ട് വണ്ടിയുണ്ട്, അവൻ ഇറങ്ങിയിട്ട് വീടിൻ്റെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ക്രോസ് ചെയ്യിച്ച് വീടിൻ്റെ വാതിൽക്കൽ കൊണ്ട് അവനെ തുറന്ന് ഏൽപ്പിക്കുന്നത് വരെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ആളുകളുണ്ട്. ഡൗൺ സിൻഡ്രോം ഒക്കെ ഉള്ളവരെ അറിയാവുന്നതാണ്. വളരെ ചെറിയൊരു
സാധാരണ ഒരാളുടെ കൂടെ അത്രയും ആയുസ്സൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. അവരുടെ ഭക്ഷണം, വസ്ത്രം, ഔഷധം, അവരുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, മാനസികമായുള്ള കാര്യങ്ങൾ. വിദേശങ്ങളിലാണെങ്കിൽ അവരുടെ ഇൻറ്റിമസി റിലേറ്റഡ് ലൈംഗികമായിട്ടുള്ള ആവശ്യങ്ങളെ പോലും പരിഗണിക്കുന്ന തരത്തിലാണ് അവിടുത്തെ അക്കാഡമിക് ഇത് നടക്കുന്നത്. ജപ്പാനിലും കൊറിയയിലും 1:1. ജപ്പാനിലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് 1:2. ഒരു സ്റ്റുഡൻറ്റിന് 2 ടീച്ചർമാരാണുള്ളത്. കൊറിയയിലാണെങ്കിൽ 1:1 ആണ് ജനറലി ഉള്ളത്. പ്രോഗ്നോസിസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, തെറാപ്പി, അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ വേണ്ടി അതിനെല്ലാം അവിടെ ടീമുകളുണ്ട്. മെഡിസിൻ ട്രീറ്റ്മെൻ്റ് എല്ലാം ഫ്രീ ആയി. ഏതെങ്കിലും തരത്തിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ളവർ ടോട്ടലി ഗവൺമെൻറ് പൗരനാണ് അവരെ സംബന്ധിച്ച്. ഈ ജപ്പാനിലാണ് ഹിബാകുഷകൾ എന്ന് പറയും. അതായത് ജപ്പാനിൽ അറ്റോമിക് ബോംബ് ഉണ്ടായതുകൊണ്ട് അത് തരത്തിൽ ഇപ്പോൾ അന്ന് നേരിട്ട് ആരും ഒന്നും ജീവിച്ചിരിപ്പില്ല. അന്ന് അമ്മയുടെ ഗർഭത്തിലുണ്ടായിരുന്ന അമ്മമാർ, പെൺകുട്ടികളുടെ മക്കൾക്ക്, അതായത് അന്ന് ബോംബിൻ്റെ സമയത്ത് ജീവിച്ചിരുന്ന സ്ത്രീകളിൽ ചിലർ പ്രഗ്നൻ്റ് ആയിരുന്നവരുടെ അന്ന് അവരുടെ ഉദരത്തിലുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ അമ്മമാരായിട്ടുള്ളവരുണ്ട്. അവരുടെ മക്കൾക്ക് ചിലർക്ക് ഇതുകൊണ്ടുള്ള കുഴപ്പമുണ്ട്. അവരെ ഹിബാകുഷകളെന്ന് വിളിക്കുന്നത്. അവർ ടോട്ടലി ഗവൺമെൻറ്റിൻ്റെ ആളുകളാണ്. യാതൊരു ഒരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ എല്ലാ ഡിസബിലിറ്റി ഉള്ളവരും ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പൗരന്മാരാണ്. ഡിറ്റക്റ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാറുണ്ട്. അമ്മമാരുടെ അനുവാദത്തോടുകൂടെ അത് മെഡിക്കൽ ടെർമിനേഷൻ വേണമെങ്കിൽ അങ്ങനെ ഇല്ല, ഞാൻ എൻ്റെ കുഞ്ഞ് ഡിസേബിൾഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിച്ചോളാം എന്നെഴുതി സൈൻ ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു മറ്റുള്ള വികസിത രാജ്യങ്ങളിൽ പലയിടത്തും അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന ശിശുവിനെ, പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ പുതിയ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സയൻസിൻ്റെ ഡെവലപ്മെൻറ്റും ഉപയോഗിച്ച് ജെനറ്റിക്കലായിട്ടുള്ള മനസ്സിലാക്കൽ നടത്താനും മാതാപിതാക്കളുടെ സമ്മതം ഉണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാനുമുള്ള സംവിധാനവും നിയമങ്ങളും അവിടെയുണ്ട്. ജനറ്റിക്കലി മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. Dr. Muhammad Fazil, HOD, National College Trivandrum, and a social worker, weaves in social work into this fabric. DSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻ്റൽ സോഷ്യൽ പ്രാഗ്മാറ്റിക്. അതായത് നമ്മൾ ഓട്ടിസം ബേസിലെ സോഷ്യൽ വർക്ക് എന്ന രീതിയിൽ നമുക്ക് സാധാരണ അറിയപ്പെടുന്നത് സോഷ്യൽ വർക്കേഴ്സ് ഓട്ടിസ്റ്റിക്കിൻ്റെ വിഷയത്തിൽ വർക്ക് സെറ്റിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ വിദേശ രാജ്യങ്ങൾക്ക് അറിയാൻ പറ്റും, UK, US കാനഡയിലും ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓട്ടിസ്റ്റിക്കിന് വേണ്ടിയുള്ള കോഴ്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ പ്രാഗ്മാറ്റിക് മോഡലാണ്. അത് ചാൾസ് പിയേഴ്സിൻ്റെ മോഡലാണ് ഉദ്ദേശിക്കുന്നത്. 1878ലും 19th ഇയർലിയിലാണ് ഇത് പ്രാഗ്മാറ്റിക് മോഡൽ ഒരു തിയറി ഫോം ചെയ്തത്. അതിനുശേഷം അതിനെ പതുക്കെ സോഷ്യൽ പ്രാഗ്മാറ്റിക് ലെവലിലോട്ടാക്കി. അതിനുശേഷം ഇപ്പം DSP എന്നാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഏകദേശം 2000 ശേഷം ഇഷ്ടംപോലെ പേപ്പേഴ്സ്, റിസർച്ച് പേപ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ക്ലയൻസ് അല്ലെങ്കിൽ നമ്മൾ ചിൽഡ്രനും കെയർ ഗിവേഴ്സ് അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ കൂട്ടാനാണ് ഈ തിയറി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ DSP എന്ന തിയറി അത് റിലേറ്റ് ചെയ്യുന്ന ഇതാണ്. അവരുടെ സോഷ്യൽ ലിങ്ക്, പ്രത്യേകിച്ച് അറിയാം ഓട്ടിസ്റ്റിക് പിള്ളേർ സോഷ്യലാവാൻ മടിക്കുന്ന ആൾക്കാരാണ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള ആൾക്കാർ. അപ്പോൾ അതിനെ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ വരുന്നതെന്ന വിഷയത്തിലുള്ള റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ഒരു തിയറി നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ കെയർ ഗീവേഴ്സിന് ഏതൊക്കെ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതായത് പാരൻസിൻ്റെ, സിബ്ലിങ്സിന്, കൂടെയുള്ള വേറെ കെയർ ടേക്കേഴ്സ്, ഗ്രാൻഡ് പാരൻസ്, ഇവർക്കൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കേഷനിലൂടെ ഇവരുടെ ഓട്ടിസ്റ്റിക് പിള്ളേർക്ക് വേണ്ടി കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആക്കാം, സോഷ്യലാക്കാം എന്ന രീതിയിലാണ് ഈ തിയറി ഉദ്ദേശിക്കുന്നത്. ഈ തിയറിയുടെ ഭാഗമായിട്ട് ആക്ടിവിറ്റീസ് ഉണ്ടാവും, റോൾ പ്ലേസ് ഉണ്ടാവും. സോഷ്യൽ വർക്കേഴ്സും ഇതിനെക്കുറിച്ച് പഠനങ്ങളിൽ കൊണ്ടുവരണം. MSW തന്നെ അവിടെ സിലബസിനും കൂടി ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യണം. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ള വില്ലേജ് മോഡൽ, അപ്പോൾ ഓട്ടിസം സ്പെക്ട്രം കീഴിലുള്ള എല്ലാ പിള്ളേർക്കും സെപ്പറേറ്റ് ആ ഒരു വില്ലേജിൽ, ഒരു ഓട്ടിസ്റ്റിക് വില്ലേജ് എന്ന രീതിയിൽ തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന ചെറിയ കാര്യം പോലും അവിടെ ഒരു ആക്ടിവിറ്റി ബേസ് കൊടുക്കുന്നുണ്ട്. ഓട്ടിസ്റ്റിക് പിള്ളേർ മെൻ്റലി ഇല്ലെന്നൊരു ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റാറുണ്ട്. അതങ്ങ് മാറ്റിയ ശേഷം പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതേപോലെ സോഷ്യൽ വർക്കേഴ്സിന് ഇതിനു വേണ്ടി ഓട്ടിസ്റ്റിക്കിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കണം. ഓട്ടിസം ബേസ്ഡ് ആയിട്ടുള്ള വിഷയത്തിൽ നമുക്ക് സോഷ്യൽ വർക്കേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരുടെ UG സിലബസിൽ കൊണ്ടുവരണം. സോഷ്യൽ വർക്ക് ഏജൻസിയുടെ അവരുടെ ഫീൽഡ് വർക്കിൽ ഓട്ടിസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ചെയ്യണം. ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിൽ ഇന്ത്യൻ സെറ്റിങ്സിൽ എങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ വരികയും ചെയ്യണം. NGOസിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന NGOസിന് വേണ്ടി ഒരു കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ഗവൺമെൻറ് ലെവലിൽ നിന്ന് നടപ്പിലാക്കാൻ പറ്റും. കേരളത്തെ സംബന്ധിച്ച് സോഷ്യൽ സ്റ്റിഗ്മ മാറ്റാനുള്ള വഴികൾ ഇഷ്ടംപോലെ ഉണ്ട്. ആൻഡ്
കേരളത്തിൽ കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കൂടുതലാണ്. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ വരും, ഞാൻ 100% പറയുന്നില്ല. പക്ഷേ ഇഫ് യു കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ്, കേരളത്തിൽ കുറച്ചും കൂടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഭാവം എഡ്യൂക്കേഷൻ്റെ പേരിലുണ്ട്. തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള സന്നദ്ധ ആൾക്കാർ മുന്നോട്ട് വരികയാണെങ്കിൽ ആ ഫൈനാൻഷ്യൽ പ്രോബ്ലം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കതിനൊരു R&D വിങ് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ദിവ്യജ്ഞാനിന് വേണ്ടി കൊടുക്കുന്ന പോലെ ഓട്ടിസ്റ്റിക്കിന് വേണ്ടി ഒരു സ്പെഷ്യൽ പദ്ധതി രൂപീകരിക്കുകയും അതിന് R&D ലെവൽ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ എന്തൊക്കെ പ്ലസസ് ഉണ്ടോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു മോഡൽ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും. ഇപ്പോൾ DSPയിൽ എടുക്കുന്നത് UK US ബേസ്ഡുള്ള റിസർച്ച് പേപ്പേഴ്സിൻ്റെയാണ് നമ്മൾ എടുക്കുന്ന പോലെ നമുക്ക് ഇന്ത്യൻ ഓതേഴ്സ് ആൻഡ് ബേസ്ഡുള്ള എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാനും പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ എൻ്റെ കുട്ടി ഒരു എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ തെറ്റ് ചെയ്ത ആളാണ്, അല്ല അമ്മ തെറ്റ് ചെയ്താണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈ സ്ത്രീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വിഷയം വളരെയധികം ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ ഇടയിൽ തന്നെ അതുണ്ട്. അത് അറിവില്ലായ്മയാണ്. Now we are at the end of a journey through a rugged terrain of intellectual disability in Kerala, in its historical and contemporary context. Kerala, often heralded as God's own country, is a testimony of a society with equality and inclusivity for its integral values. Rather than sympathy or compassion, individuals with intellectual disability deserve our genuine love and acceptance. The hallmark of greatness of individuals, family, society, of a nation lies in the manner in which the disabled, marginalized, and less fortunate are treated. It's imperative that we listen to their voices and accept their unique contributions, reaffirming them that we value their inherent worth. Let's remember that our progress is measured by our commitment to inclusivity and respect for all individuals, regardless of their capabilities or lack of them. By building up a more inclusive society, we not only uplift those with intellectual disabilities, but also enrich our own lives, whereby the fabric of our society is seamlessly attractive.